എന്താ പ്രശ്നം അറിഞ്ഞില്ലേ? ഇല്ല. നടക്കുന്ന ചർച്ച ഭാരതീയ ജനതാ പാർട്ടി എന്തോ രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്നു എന്ന മട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് BJP ചെയ്തത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ, ഈ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ, ഇന്ത്യയിലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ രാജ്യത്തെ ജനങ്ങളുമായി സംവദിക്കാൻ ലീഗിൻ്റെയോ CPM-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഇവിടുത്തെ മാധ്യമങ്ങളുടെ അനുമതി വേണോ? നിങ്ങൾ ആരെയാണ് ഈ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? നിങ്ങളൊക്കെ ആരാണ് അനുമതി തരാൻ? എനിക്കതാണ് മനസ്സിലാകാത്തത്. ഭാരതീയ ജനതാ പാർട്ടി എന്ത് ചെയ്യണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുക? ഞങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളുമായി സംവദിക്കാൻ ഒരാളുടെയും അനുമതി വേണ്ട. നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് ഭീതി ഉണ്ടാക്കുന്നത്? എന്തിനാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെയുള്ളവർക്ക് ഭയം? എന്താണ്? ഞങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും സംവദിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ, രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളോട് സംവദിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ, നിങ്ങൾ ഇത്രകാലവും പറഞ്ഞുകൊണ്ടിരുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് അറുതി വരുമെന്ന നിങ്ങളുടെ ആശങ്കയല്ലേ ഇതിന് പിന്നിൽ? അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എന്താണ് ബഹുമാനപ്പെട്ട രണ്ടത്താണി, അങ്ങയുടെ അഭിപ്രായം എന്താണ്? ജനാധിപത്യത്തിൽ ആരും തമ്മിൽ സംവാദം വേണ്ടേ? ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ രൂപം കൊള്ളുന്നതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന RSS ഉണ്ടാകുന്നതിന് മുൻപും ഈ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വലിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല, ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നല്ല. ഈ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങ് പറഞ്ഞതിനകത്ത് ഒരു കാര്യം എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ഏറ്റവും അവസാനമാണല്ലോ അങ്ങ് ഗോദ്രെ എണ്ണിയത്. വളരെ സന്തോഷമുണ്ട്. അതിനുശേഷം എന്തായാലും ഈ രാജ്യത്ത് വർഗീയ കലാപം നടന്നിട്ടില്ല എന്ന് പറയാൻ അങ്ങ് കാണിച്ച ആർജവത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു ശ്രീ സന്ദീപ് വാചസ്പതി? ഇതുവരെ BJP എവിടെയായിരുന്നു? ഇപ്പോൾ നിങ്ങൾ ഈ അകൽച്ച അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു, സൗഹൃദം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. ഇതുവരെ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ പറയൂ. നിങ്ങൾ ആദ്യമായാണല്ലോ ഈദ് മുബാറക്ക് പറഞ്ഞ് മുസ്ലിങ്ങളുടെ വീടുകളിലേക്ക് പോകണം എന്ന് നിർദ്ദേശിക്കുന്നത്. ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു? ഇതുവരെ എന്തുകൊണ്ട് നിങ്ങൾ അത് പോയില്ല? ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പ്രധാനപ്പെട്ട സംഭവമായി അവതരിപ്പിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എന്തായിരുന്നു ഇതുവരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? എന്താ ഉദ്ദേശമൊന്നും വഴിയെ മനസ്സിലാക്കി തരാം. ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോ പോകും ഷാനി. അത് ചോദിക്കാൻ അപ്പോൾ ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു ശ്രീ സന്ദീപ് വാചസ്പതി. നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഞങ്ങൾ ചോദിക്കും. കാപട്യം ചോദ്യം ചെയ്യും, ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യും, ഇന്നലെ വരെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് ചോദ്യം ചെയ്യും. ഒറ്റ കാര്യം കൂടി, ഇന്നലെ താങ്കളുടെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമായി പറഞ്ഞു മുസ്ലിം വിഭാഗവുമായുള്ള അകൽച്ച കുറയ്ക്കാൻ പരിശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി തുടക്കമിട്ടത്. എങ്ങനെയാണ് അകൽച്ച ഉണ്ടായത്? അകൽച്ച ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഇന്നലെ പറഞ്ഞത് മുസ്ലിം വിഭാഗവുമായുള്ള അകൽച്ച അവസാനിപ്പിക്കാനുള്ള പരിശ്രമം തുടങ്ങും. ശരി, നിൽക്കൂ, പറയാം. ശരി, ഷാനിയുടെ ചോദ്യം വളരെ ക്ലിയർ ആണ്. അപ്പോ ഷാനി പറഞ്ഞല്ലോ ഇന്നലെ വരെ ഞങ്ങൾ എന്തോ ചെയ്തുകൊണ്ടിരുന്നത്. എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അതുകൂടെ പറയും. ഷാനിക്കാണല്ലോ ആശങ്ക. ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അതുകൊണ്ട് ഇന്നലെ വരെ ഞങ്ങൾ എന്തു ചെയ്തു എന്നും ഇന്നെന്തു ചെയ്യുന്നു എന്നും നാളെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെപ്പറ്റി ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. ഷാനി, എങ്ങനെയാണ് അകൽച്ച ഉണ്ടാകുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, 947 ഈ രാജ്യത്ത് രണ്ടായി വിഭജിക്കപ്പെട്ടത് BJP ഉണ്ടായതുകൊണ്ടായിരുന്നോ? അതിനു മുൻപ് ഈ രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായത് BJP-യും RSS-ഉം ഉണ്ടായിട്ടാണോ? അതും കൂടെ പറഞ്ഞു തരട്ടെ നിങ്ങൾ. അപ്പൊ ഈ രാജ്യത്ത് ഇരു വിഭാഗങ്ങളും തമ്മിൽ അവിശ്വാസത്തിൻ്റെതായ അന്തരീക്ഷത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ പഴക്കത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ രാജ്യം മാറി മാറി ഭരിച്ചവരെന്നല്ല, തുടർച്ചയായി ഭരിച്ചുകൊണ്ട് വന്നവർ ശ്രമിച്ചില്ല എന്നിടത്താണ് ഞങ്ങളുടെ ഇടപെടൽ. ഇവിടെ അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഷാനി ഈ പോയിന്റ് അവസാനിപ്പിക്കാം. ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളെ പറ്റി നിങ്ങൾ ആശങ്കപ്പെടുമ്പോൾ, ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ള ഗോവ, നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ തുടങ്ങിയ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നുണ്ടല്ലോ. അവിടെ എന്താണെന്ന് അറിയാമോ ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സൗഹാർദ്ദത്തിന് തടസ്സമാകാത്തത് എന്താണെന്ന് അറിയാമോ? രണ്ട് മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അവിടെ ഇല്ല എന്നതുകൊണ്ടാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ വളരെ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു പോകുന്നത്. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണ്. ഇവിടേക്ക് വരുമ്പോ എന്റെ ചോദ്യം ഇവിടെയാണ്, വീണ്ടും പ്രസക്തമാണ്. എന്തിനാണ് നിങ്ങൾക്ക് ആശങ്ക? സൗഹൃദത്തിനല്ലേ വരുന്നത്?
ആ സൗഹൃദത്തിന് വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് വാളെടുക്കുന്നത്? ആ സൗഹൃദം വരട്ടെ, സൗഹൃദം തഴച്ചു വളരട്ടെ. നിങ്ങൾക്ക് രാഷ്ട്രീയം വേറെ പറയാം. ഇരു വിഭാഗങ്ങൾ തമ്മിൽ നമ്മൾ കണ്ടു, നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു അവിശ്വാസത്തിന്റെ അന്തരീക്ഷം ഭാരതത്തിലെ നിരവധി സമുദായങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ സമുദായങ്ങൾക്കിടയിലുള്ള അകൽച്ചയെക്കുറിച്ചല്ല ശ്രീ സന്ദീപ് ഇന്നലെ താങ്കളുടെ സംസ്ഥാന അധ്യക്ഷൻ തുറന്നു പറഞ്ഞത്. സമുദായങ്ങൾക്കിടയിലുള്ള അകൽച്ചയെക്കുറിച്ചല്ല. സമുദായങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുന്നത്ര യാഥാർത്ഥ്യമാണെങ്കിൽ ഇന്ത്യയിൽ ഇതുപോലുള്ള ജീവിതം സാധ്യമാകില്ലല്ലോ. താങ്കൾ തന്നെ എണ്ണി പറയുന്ന വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും അല്ലല്ലോ യഥാർത്ഥ ഇന്ത്യയുടെ ചരിത്രം. ഒരേപോലെ ഒരേ മനസ്സോടുകൂടി എല്ലാ ഭാരതീയരും സഹോദരി സഹോദരന്മാരാണ് എന്ന വിശ്വാസത്തിൽ കൂടുതൽ പേർ കൂടുതൽ സമയത്ത് ജീവിച്ചത് കൊണ്ടാണല്ലോ നമ്മുടെ രാജ്യം ഇന്നും ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത്. അവിടെ നിങ്ങളുടെ, ഞാൻ മറ്റാരെയുമല്ല കോട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ പറഞ്ഞതാണ് ബി.ജെ.പിയും മുസ്ലിം സമുദായവുമായുള്ള അകൽച്ച കുറയ്ക്കാൻ, ഇല്ലാതാക്കാൻ ഞങ്ങൾ പരിശ്രമം നടത്തുമെന്ന്. ബി.ജെ.പിക്ക് എങ്ങനെയാണ് ഒരു സമുദായത്തോട് അകൽച്ച ഉണ്ടായത്? ആ ചോദ്യത്തിന് വസ്തുതാപരമായ ഉത്തരം പറയൂ. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതല്ലേ ഷാനി, ഞാൻ ഇത്ര തന്നെ മലയാളത്തിലല്ലേ പറഞ്ഞത്? ഈ രാജ്യത്ത് നൂറ്റാണ്ടുകളായി രണ്ട് സമുദായങ്ങൾ തമ്മിൽ, രണ്ട് സമുദായങ്ങളുടെ കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല ശ്രീ സന്ദീപ് വചസ്പതി. ബി.ജെ.പി ഒരു സമുദായമല്ല. എന്റെ അറിവിൽ ബി.ജെ.പി രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ബി.ജെ.പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സമുദായത്തോട് അകൽച്ച ഉണ്ട് എന്ന് സംസ്ഥാന അധ്യക്ഷന് സമ്മതിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? സമുദായങ്ങൾ തമ്മിലുള്ള അകൽച്ചയൊക്കെ വിടൂ, നിങ്ങൾ ബി.ജെ.പിയുടെ കാര്യം പറയൂ. ബി.ജെ.പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മുസ്ലിം വിഭാഗത്തോട് അകൽച്ച ഉണ്ടായത് എങ്ങനെയാണ്? അതെ, പറയാം. അല്ല ഷാനി, ഈ ഷാനിക്ക് ഈ തരാതരം പോലെ ഗോൾ പോസ്റ്റ് മാറ്റി കളിക്കരുത്. ഷാനി കളിക്കുമ്പോ ഒറ്റ പോസ്റ്റിൽ കളി, അതല്ലേ മാന്യത. അത് നിങ്ങൾ ആദ്യം ചെയ്യണം. പോസ്റ്റ് മാറ്റി കളിക്കുന്നത് നിങ്ങൾ ഈ നാളെ മുതൽ ഇറങ്ങുകയാണെന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഞങ്ങൾ ചോദിക്കുന്നേ. ഗോൾ പോസ്റ്റ് മാറ്റുന്ന ആരാണെന്ന് കേൾക്കുന്നവർ മനസ്സിലാക്കട്ടെ. ചോദിച്ചോന്നേ, ചോദിക്കേണ്ടത് ആര് പറഞ്ഞു? ചോദിക്കേണ്ട താങ്കൾ പറഞ്ഞു. ആ ചോദ്യത്തിന് മറുപടി പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. വരാതിരുന്നപ്പോൾ ചോദിക്കണം എന്നാണ് നിങ്ങൾ ചോദിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ചോദിച്ചോളൂ, അപ്പൊ ഞാൻ പറയും. പക്ഷെ പോസ്റ്റ് മാറ്റി കളിക്കരുത്. നിങ്ങൾ ചോദിക്കുമ്പോ പോസ്റ്റ് മാറ്റി കളിക്കാനുള്ള അവകാശം, ഒറ്റ പോസ്റ്റിലെ കളിക്കാവൂ. കളി ഈ രാജ്യത്തെ 145 കോടി ജനങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ ബി.ജെ.പി എങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? വർഗീയ പാർട്ടി, ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ പാർട്ടി, ഹിന്ദു പാർട്ടി എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഷാനി അടക്കമുള്ളവർ വിളിച്ചു പോവുകയല്ലേ ഇരുന്നിട്ട്? അതും ശരിയാണല്ലോ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി ആണോ? അങ്ങനെ ഈ സമൂഹത്തിൽ അകൽച്ച ഉണ്ടായി. അങ്ങനെയാണ് ബി.ജെ.പിയും മറ്റു വിഭാഗങ്ങളും തമ്മിൽ അകൽച്ച ഉണ്ടായത്. അടക്കമുള്ള കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും അടക്കമുള്ള എല്ലാവരും ചേർന്ന് ബി.ജെ.പിയെ വർഗീയ പാർട്ടി എന്ന് വിളിച്ചു കൂവിയതിന്റെ ഫലമായിട്ടാണ് സാമുദായികങ്ങൾ തമ്മിൽ, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടായത്. ആ അകൽച്ച പരിഹരിക്കാൻ ഒരു ഉത്തരവാദിത്തം ഞങ്ങളാണല്ലോ ഭരണത്തിലിരിക്കുന്നത്. തീർച്ചയായും രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം മത്സരിക്കാൻ തെരഞ്ഞെടുത്തപ്പോൾ, ശ്രീ സന്ദീപ് വചസ്പതി, രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം മത്സരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തപ്പോൾ ഭൂരിപക്ഷം ന്യൂനപക്ഷമായ മണ്ഡലം, ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ന്യൂനപക്ഷങ്ങളുള്ള മണ്ഡലം എന്ന് പറഞ്ഞത് ആരാണെന്ന് താങ്കൾക്കറിയാമോ? മാധ്യമങ്ങളാണോ? കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണോ? അവിടുത്തെ പ്രകടനം കണ്ടപ്പോൾ പാകിസ്ഥാനിലാണോ ഈ പ്രകടനം നടക്കുന്നതെന്ന് ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞത് കേരളത്തിലെ ഏതെങ്കിലും നേതാക്കളാണോ, മാധ്യമങ്ങളാണോ, നിങ്ങളുടെ നേതാവാണോ? നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണോ ആ പ്രസ്താവന നടത്തിയത്? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണോ ആദ്യം പറഞ്ഞ പ്രസ്താവന നടത്തിയത്? വേറെ ആരെങ്കിലും ആണോ? ഇതൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതായിരുന്നോ? ശരി, ആ പ്രസ്താവനയില് കേൾക്കൂ. ചോദ്യം കറക്റ്റാണ്. ഞാൻ ആ പ്രസ്താവനയിലേക്ക് വരാം. അതിന് മറുപടി ഞാൻ പറയാം. അതിനു മുൻപ് ഷാനി ചോദ്യത്തിന്റെ ആദ്യ ഭാഗം ഞാനൊന്ന് അഡ്രസ് ചെയ്യട്ടെ. ഈ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നാൽ പോലും ജാതി മതം അടിസ്ഥാനത്തിൽ ഇരിഞ്ഞിട്ടെണ്ണുന്ന നടപടി എന്ന് മുതലാ മാധ്യമങ്ങൾ തുടങ്ങിയത്. ഷാനി, അതിനൊന്ന് മറുപടി പറ. ഷാനിക്ക് നെഞ്ചത്ത് കൈവച്ചോട്ട് പറയാൻ പറ്റുമോ? മനോരമ ന്യൂസ് ചാനൽ ഇന്നേ വരെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും സമുദായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകൾ കൊടുത്തിട്ടില്ല എന്ന്? പല വേഷത്തിലും പേരിലും നല്ല തറവാടിത്തുള്ള കള്ളികൾ സമുദായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ എന്നത് വസ്തുതയാണ്. താങ്കൾ അങ്ങനെ അതിനെ വളച്ചൊടിക്കാനാകില്ല. ഒരു മണ്ഡലത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ജനവിഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ബി.ജെ.പി പറയുന്നത് എന്താണ്? ബി.ജെ.പി അതിനെ ധ്രുവീകരിക്കുകയാണ്. അതിന്റെ വ്യത്യാസം അറിയാത്ത നിഷ്കളങ്കതയാണ് താങ്കൾ ഇപ്പോൾ അവതരിപ്പിക്കുന്നതെങ്കിൽ പിന്നെ അതിൽ ചോദിക്കാനാവില്ലല്ലോ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുകയാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് കോൺഗ്രസിന്റെ നേതാവ് വന്ന് മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ന്യൂനപക്ഷം ഭൂരിപക്ഷമായ മണ്ഡലത്തിലേക്ക് അഭയം തേടി പോയിരിക്കുന്നുവെന്ന്.
അവിടുത്തെ പച്ച പതാകകൾ കാണുമ്പോൾ പാകിസ്ഥാനാണോ എന്ന് സംശയം തോന്നി എന്ന് പറഞ്ഞത് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. നിങ്ങളുടെ നേതാക്കളല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ ചോദ്യം ഞാൻ അഡ്രസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. രണ്ടും കൂടെ ക്ലബ് ചെയ്യേണ്ട ആ ചോദ്യം ഞാൻ അഡ്രസ് ചെയ്ത്, ഞാൻ അതിന്റെ ആദ്യ ഭാഗം മാത്രമാണ് അഡ്രസ് ചെയ്തത്. രണ്ടാമത്തെ ഭാഗം അഡ്രസ് ചെയ്യാൻ വരികയാണ്. അപ്പോ ഈ രാജ്യത്തെ ഓരോ മണ്ഡലത്തിന്റെയും ജാതി തിരിച്ച്, മതം തിരിച്ച്, ഉപവിഭാഗം തിരിച്ച് എണ്ണുന്നതും മാധ്യമങ്ങളാണ്. അതിന്റെ പിറകെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നില്ല, BJPയും CPMഉം CPIയും എല്ലാവരും പോകുന്നത് നിങ്ങളുടെ ജാതി തിരിച്ച് എണ്ണലുകൊണ്ടാണ്. രണ്ട്, ഇനി നിങ്ങൾ ചോദിച്ചാൽ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം, പതാക കണ്ടപ്പോൾ പാകിസ്ഥാനാണോ എന്ന് തോന്നിയത്? ഷാനി പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ പതാക കണ്ടിട്ടുണ്ടോ ഷാനി? ഇന്ത്യയുടെ വിഭജന കാലഘട്ടത്തിൽ ഉപയോഗിച്ച പതാക തന്നെയാണ് അത്. നോർത്ത് ഇന്ത്യക്കാരന് കണ്ടാൽ ഇന്നും അങ്ങനെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭാരതം വിഭജിച്ച പ്രസ്ഥാനം തന്നെയാണ്. നിങ്ങൾ കേരളത്തിൽ സേഫ് സോണിൽ ഇരുന്ന് പറഞ്ഞിട്ട് കഥയില്ല. ഉത്തരേന്ത്യയിൽ വിഭജനം അനുഭവിച്ച കോടിക്കണക്കിന് ജനങ്ങൾ കൺമുമ്പിൽ ഇല്ലാതെയായത് കണ്ട് അനുഭവിച്ച ജനങ്ങളുണ്ട്. അവരുടെ സഹോദരങ്ങൾ, അവരുടെ അമ്മ, അച്ഛൻ, അവരൊക്കെയാണ് പിടഞ്ഞു വീണ് മരിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് ഇന്നും വിഭജനത്തിന്റെ പാർട്ടിയാണ്. അതുകൊണ്ടാണല്ലോ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമായി ചുരുങ്ങിപ്പോയത്. മുസ്ലിങ്ങൾ ഇല്ലാത്തതല്ലല്ലോ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് എന്നുള്ളത് വിഭജനത്തിന്റെ പാർട്ടി. ഈ ത്രിവിക്രമൻജിയുടെ ഒരു പ്ലാനിങ്ങുകളും ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ പരാജയപ്പെട്ടിട്ടില്ല. എണ്ണുണ്ട്, ഒരു വിവരവും ഇല്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.